പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സാറ്റിസ്ഫാക്ഷൻ അഥവാ ഹാപ്പിനെസ് നമ്മുടെ സെൽഫ് കോൺഫിഡൻസിനെ വളർത്തുമോ ഉയർത്തുമോ എന്നതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുവാനായിട്ടാണ് ഈ ക്ലാസ് നമ്മൾ ഉപയോഗിക്കുക. സന്തോഷം പങ്കിടുമ്പോൾ അത് ഇരട്ടിക്കുന്നു, ദുഃഖം പങ്കിടുമ്പോൾ ദുഃഖം പകുതിയായിട്ട് കുറയുന്നു. എങ്കിൽ സന്തോഷം പങ്കിട്ടുകൊണ്ട് ദുഃഖത്തെ ഇല്ലാതാക്കുന്നതല്ലേ യുക്തം? ശാസ്ത്രീയമായിട്ടുള്ള ചോദ്യമാണ്. നമുക്ക് സന്തോഷിക്കാനായിട്ട് സാധിക്കുക, സന്തോഷം നമുക്ക് പങ്കിടാനായിട്ട് സാധിക്കുക, സന്തോഷം മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കുക. നിങ്ങൾ ചിരിച്ചാൽ ലോകം ചിരിക്കുമെന്നാണ് കവികൾ പറയുന്നത്. അപ്പൊ നമ്മളെ തന്നെ സ്നേഹം കൊണ്ട്, സന്തോഷം കൊണ്ട് നിറയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മളെപ്പോഴും നിരാശപ്പെടുന്നത് അല്ലെങ്കിൽ വിഷമിച്ചു പോകുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ഇല്ലാത്തതിനെ ഓർത്താണ്. നമുക്ക് ഉള്ളതിനെ ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷിക്കാനായിട്ട് സാധിക്കില്ല. നമ്മളെപ്പോഴും പ്രയാസപ്പെടുന്നത് കമ്പയർ ചെയ്യുമ്പോഴാണ്. അവനെ അല്ലെങ്കിൽ അവളെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അതില്ലല്ലോ ഇതില്ലല്ലോ എന്ന് പറയും. സുവിശേഷത്തിൽ പറയുന്നത്, പ്രത്യേകിച്ച് പൗലോസ് അപ്പോസ്തലന്റെ ലേഖനങ്ങളിൽ പറയുന്നത്, ഒരാൾക്ക് അവന്റെ ജീവിതത്തിന് ആവശ്യമുള്ളതെല്ലാം അവൾ വിശ്വസിക്കുന്ന ദൈവം നൽകിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യാൻ പോകുമ്പോഴാണ് നമ്മൾക്ക് ദുഃഖമുണ്ടാകുന്നത്. അപ്പൊ അതിലപ്പുറത്തേക്ക് നമുക്കുള്ളതില് സന്തോഷിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. എൻ്റെ ക്ലാസ്സുകളിലൊക്കെ ഞാൻ എപ്പോഴും പറയാറില്ലേ, ദൈവം നമുക്ക് കണ്ണുകൾ നൽകിയിട്ടില്ലേ കാണുവാനായിട്ട്, ദൈവം നമുക്ക് ചെവികൾ നൽകിയിട്ടില്ലേ കേൾക്കുവാനായിട്ട്, ദൈവം നമുക്ക് കാലുകൾ നൽകിയിട്ടില്ലേ നടക്കുവാനായിട്ട്, ദൈവം നമുക്ക് കൈകൾ നൽകിയിട്ടില്ലേ പ്രവർത്തിക്കുവാനായിട്ട്, ദൈവം നമുക്ക് മൂക്ക് തന്നിട്ടില്ലേ ശ്വസിക്കുവാനായിട്ട്, ദൈവം നമുക്ക് നല്ല ശരീരപ്രകൃതി നൽകിയില്ലേ. നമുക്ക് നൽകിയത് എന്തുമാത്രം കാര്യങ്ങളാണ്. ഒരുപക്ഷെ ലോകത്തിലെ ഒരു 10% പേര് ഇതൊന്നുമില്ലാത്തവരാണ്. കാഴ്ചയില്ലാത്തവരുണ്ട്, കേൾവിയില്ലാത്തവരുണ്ട്, സംസാരിക്കാൻ സാധിക്കാത്തവരുണ്ട്, നടക്കാൻ സാധിക്കാത്തവരുണ്ട്, പ്രവർത്തിക്കാൻ സാധിക്കാത്തവരുണ്ട്, ബുദ്ധിമാന്യം സംഭവിച്ചവരുണ്ട്. അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ജന്മം മുഴുവനും ദൈവത്തിന് നന്ദി പറയേണ്ടവരില്ല നമ്മൾ. അപ്പം നമുക്കുള്ളതിനെ വെച്ച് നമുക്ക് സന്തോഷിക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ഭൗതികമായിട്ട് ചിന്തിക്കുമ്പോൾ ഒരു പക്ഷേ അപരനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത്ര മഹാകാര്യങ്ങളൊന്നും ഉണ്ടായില്ലെന്ന് വിചാരിക്കാം. പക്ഷേ നമ്മൾക്ക് ഒന്നുമില്ലാത്ത അവസ്ഥയല്ലല്ലോ. അതാണ് നമ്മളെ സന്തോഷിപ്പിക്കേണ്ടത്. എൻ്റെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള, എൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാം. ഇന്നത്തെ യുവതിയുവാക്കളെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നാറുണ്ട്. എത്ര ഹാൻസമാണ്, എത്ര ബ്യൂട്ടിഫുൾ ആണ് ഇന്നത്തെ പെൺകുട്ടികൾ, എത്ര ഹാൻസം ആണ് ഇന്നത്തെ ബോയ്സ് ഒക്കെ. അതൊക്കെ ഒരു വലിയ നേട്ടം തന്നെയല്ലേ സമൂഹത്തിൽ. ഒന്നിനൊന്നും മികച്ചവരാണ് എല്ലാവരും. ഞാൻ രണ്ടു കൂട്ടരെയും നോക്കാറുണ്ട്. ദൈവം നൽകിയ സൗന്ദര്യമല്ലേ, അതിൽ കൂടെ അവരുടെ ബോഡി ബിൽഡിങ്ങും എക്സർസൈസും അനുദിന ജീവിതത്തിലെ ഭക്ഷണ രീതികളെല്ലാമായിട്ട് അനുദിനം. അപ്പം ഒരു കാലഘട്ടത്തിലൊക്കെ സിനിമയിലൊക്കെയാണ് നമ്മൾ ഹാൻസം ആയിട്ടുള്ളവരെ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളവരെ കണ്ടെങ്കിൽ ഇന്ന് ഏത് ഭാഗത്ത് നോക്കിയാൽ അത്ര മനോഹാരിത ദൈവം ഇന്ന് ഭൂമിയിൽ എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. അല്ലെങ്കിൽ മനുഷ്യൻ, വ്യക്തികൾ, യുവതിയുവാക്കൾ അത് കണ്ടറിഞ്ഞ് വികസിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ഏറ്റവും വലിയ മാർഗം അതല്ലേ. അപ്പം നമുക്കുണ്ടെങ്കിൽ, എന്നും പറയുന്ന ഒരു തത്വമാണ് ഞാൻ, നമുക്കുണ്ടെങ്കിലേ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ. എപ്പോഴും മറ്റുള്ളവർക്ക് സന്തോഷം കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുന്നവരായിട്ട് തീരുക, എപ്പോഴും മറ്റുള്ളവരെ ചിരിപ്പിക്കുന്നവരായിട്ട് തീരുക. ഇതൊക്കെ വലിയ ഗുണങ്ങൾ തന്നെയാണ്. ഇപ്പൊ കാലം ചെയ്ത ഒടുവിൽ സലീം കുമാറൊക്കെ എത്രമാത്രം നമ്മളെ ചിരിപ്പിച്ചിരിക്കുന്നു. ഇന്നസെന്റ്, അതുപോലെ ജഗതി ശ്രീകുമാർ, ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ട്. ശാരീരികമായ അസ്വാസ്ഥ്യങ്ങളുള്ളെങ്കിലും ഇന്നും നമ്മൾ അദ്ദേഹത്തിൻ്റെ റീൽസൊക്കെ കണ്ട് ഇപ്പോഴും ചിരിക്കുന്നവരല്ല. അപ്പോൾ ലോകത്തെ മുഴുവനും, മലയാളികളെ മുഴുവനും ചിരിപ്പിക്കാൻ പറ്റിയ എത്രയോ നടന്മാർ കടന്നുപോയവരുണ്ട്, ജീവിച്ചിരിക്കുന്നവരുണ്ട്, ആയിരിക്കുന്നവരുണ്ട്. നമുക്കും മറ്റുള്ളവരെ ചിരിപ്പിക്കാനായിട്ട് സാധിക്കണം, മറ്റുള്ളവർക്ക് സന്തോഷം പകരാനായിട്ട് ചിരിക്കുന്നവരോട് ചിരിക്കുക, കരയുന്നവരോട് വിഷമിക്കുക. അപ്പം അത് അവരുടെ ദുഃഖം കുറച്ചു കൊണ്ടുവരുവാനായിട്ട് സാധിക്കും.
നമുക്ക് ലഭിച്ച നേട്ടങ്ങളെക്കുറിച്ച് നമ്മളെപ്പോഴും ഓർത്ത് നന്ദി പറയുമ്പോഴാണല്ലോ നമ്മളിൽ സന്തോഷം വന്നെന്നറിയുക. അപ്പം സന്തോഷിക്കുന്നവരായിട്ട് തീരാനായിട്ട് നമുക്ക് സാധിക്കണം. നമുക്കറിയാം, നമ്മളുടെ സംസാരം കൊണ്ട് ഒരാളെ നമുക്ക് സന്തോഷിപ്പിക്കാൻ സാധിക്കും, ചിരിപ്പിക്കാൻ സാധിക്കും, ദേഷ്യപ്പെടുത്താൻ സാധിക്കും, കരയിപ്പിക്കാൻ സാധിക്കും, വിഷമിപ്പിക്കാൻ സാധിക്കും, എല്ലാം നമുക്ക് സാധിക്കും. എന്നാൽ ഇതിൻ്റെ സർവോപരി മേൽത്തട്ടിൽ നിൽക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് സന്തോഷം പകരുക, അവരുടെ ജീവിതത്തിന് സംതൃപ്തി നൽകുന്നവരായിട്ട് മാറാനായിട്ട് നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ ഗുണം തന്നെയാണ്. ആ ഗുണത്തിൻ്റെ വക്താക്കളായിട്ട് നമുക്ക് തീരാനായിട്ട് സാധിക്കണം. ഒരാൾക്കെങ്കിലും ഇന്നേ ദിവസം എൻ്റെ സാന്നിധ്യം കൊണ്ട്, എൻ്റെ സാമീപ്യം കൊണ്ട്, എൻ്റെ സംസാരം കൊണ്ട്, എൻ്റെ നോട്ടം കൊണ്ട്, എൻ്റെ ഭാവം കൊണ്ട് സന്തോഷം പകരുവാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ അനുഗ്രഹം തന്നെയാണ്. ഇന്ന് കൗൺസിലിങ്ങിലൂടെ കടന്നുപോയ ഒരു വ്യക്തി എന്നോട് പറയാണ്, അച്ഛനെ ഞാനൊരു നല്ല സുഹൃത്തായിട്ട് കാണുന്നു എന്ന്. അപ്പം അത്രയ്ക്ക് സന്തോഷം എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ഒത്തിരി പേരെൻ്റെ ജീവിതത്തിലേക്കൊക്കെ തിരികെ വരാറുണ്ട്. ഇപ്പം കുറേ നാളുകൾക്ക് മുമ്പ് കടന്നുപോയൊരു വ്യക്തിയെ ഒന്ന് വരട്ടെ, ഒന്ന് കാണട്ടെ, ഒന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് ഇത്തിരി തിരക്കാണ്. കാരണം നമുക്ക് സാധിക്കുന്നത് എന്താണ്? ഞാൻ ഒരു ക്ലാസ്സിൽ പറഞ്ഞില്ലേ, പണം നമുക്ക് എല്ലാവർക്കും കൊടുക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ നമ്മളുടെ സമയം, നമ്മുടെ സാന്നിധ്യം, നമ്മളുടെ ലിസണിങ്, നമ്മളുടെ ആശ്വാസവാക്കുകൾ, നമ്മളുടെ സാമീപ്യം ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ സാധിക്കും. അതോ ചിലപ്പോൾ അതുകൊണ്ട് മാത്രമായിരിക്കാം ഒരു വ്യക്തിക്ക് അവൻ്റെ ജീവിതത്തിൽ വലിയ വളർച്ചയും മാറ്റവും ഉണ്ടാക്കാനായിട്ട് സാധിക്കുക. ഇപ്പം നമ്മളുടെ പ്രായത്തിനനുസരിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കി, ഒന്ന് കടന്ന് ബാക്കിലോട്ട് ചിന്തിച്ചാൽ, പിറകിലോട്ട് ചിന്തിച്ചാൽ നമുക്ക് എത്ര പേർക്ക് നമുക്ക് സന്തോഷം കൊടുക്കാനായിട്ട് സാധിച്ചു? എത്ര പേർക്ക് നമുക്ക് ചിരിക്കാനുള്ള അവസരം ഉണ്ടാക്കാനായിട്ട് സാധിച്ചു? എത്ര പേർക്ക് നമുക്ക് ആത്മസംതൃപ്തി നമ്മളുടെ സംസാരത്തിലൂടെ, പെരുമാറ്റത്തിലൂടെ, പ്രകൃതത്തിലൂടെയൊക്കെ നൽകാനായിട്ട് സാധിച്ചു? ഇതൊക്കെയാണ് ദൈവം തന്നതാണ് നമുക്കെല്ലാം. നമുക്ക് നെഗറ്റീവായിട്ടുണ്ടാകുന്ന കാര്യങ്ങളെല്ലാം അത് നമ്മളുടേതായിട്ടുള്ള സൃഷ്ടികളാണ്. ദൈവം നൽകുന്ന എന്താണ്? സന്തോഷം, സമാധാനം, ശാന്തി, സംതൃപ്തി, ആത്മസംയമനം, ഇതൊക്കെ ദൈവം നൽകുന്നതാണ്. ഇത് നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരും ഇനി കേൾക്കാൻ പോകുന്നവരും എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. ദൈവം എല്ലാം കൊണ്ട് നമ്മളെ നിറച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളുടേതായിട്ടുള്ള വേദനകളും കഷ്ടപ്പാടുകൾ കൊണ്ടെല്ലാം ഇത് മൂടിയിരിക്കപ്പെടുന്നു എന്നേ ഉള്ളൂ. നമുക്കതിനെ തുറക്കാനായിട്ട് സാധിക്കണം. ഒരുപാട് സന്തോഷം കൊടുക്കുന്ന നമ്മുടെ സാമീപ്യം, നമ്മുടെ സാന്നിധ്യം, നമ്മുടെ സംസാരം, നമ്മുടെ നോട്ടം, നമ്മുടെ ഭാവം, നമ്മളായിരിക്കുന്ന അവസ്ഥ മറ്റുള്ളവർക്ക് ഹാപ്പിനെസ് കൊടുക്കാനായിട്ട് നാളെയും ഒന്ന് വരട്ടെ, അല്ലെങ്കിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മെസ്സേജ് അയക്കണേ, ഒരു ആശ്വാസമാണ് എന്ന് മറ്റുള്ളവർ പറയുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് വളരാനായിട്ട് സാധിക്കുകയാണെങ്കിൽ അതിൽ പരം വലുതായിട്ട് എന്തുണ്ട്? അപ്പം നമുക്ക് ലഭിക്കുന്ന ആത്മസംതൃപ്തിയുടെ ഉറവിടങ്ങൾ, ആത്മവിശ്വാസത്തിൻ്റെ ഉറവിടങ്ങളെ നമ്മൾ തെരഞ്ഞു പിടിക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം നമ്മൾ 39ാമത്തെ ക്ലാസ്സാണ് ഈ നടത്തുന്നത്. അപ്പോൾ 39 തരത്തിൽ നമുക്ക് നമ്മുടെ ആത്മവിശ്വാസത്തെ വളർത്താനായിട്ട് സാധിക്കും. ഇനി ഏറ്റവും കുറഞ്ഞത് ഒരു 6 ക്ലാസ്സും കൂടി, അല്ലെങ്കിൽ 7 ക്ലാസ്സും കൂടി നമ്മൾ ഈ വിഭാഗത്തിലെടുക്കും. ഇതിലൂടെയൊക്കെ നമ്മൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നതാണ്, നമ്മുടെ ആത്മവിശ്വാസം വളർത്താനായിട്ട് ഒരുപാട് മേഖലകളുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഓരോന്നും കണ്ടുപിടിച്ച് നമ്മുടെ ആത്മവിശ്വാസത്തെ ഓരോ ദിനവും വളർത്തി ഉയർത്തിയെടുക്കാനായിട്ട് അച്ഛൻ്റെ ക്ലാസ്സുകൾ ഒരുപാട് ഉപകാരപ്പെടുന്നുണ്ടെന്ന് അച്ഛൻ വിശ്വസിക്കുകയാണ്. അപ്പം നമുക്ക് മറ്റുള്ളവർക്ക് തൃപ്തി കൊടുക്കാനായിട്ട്, സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുവാനായിട്ട്, സന്തോഷം കൊടുക്കുവാനായിട്ട്, സമാധാനം കൊടുക്കുവാനായിട്ട്, ശാന്തി കൊടുക്കാനായിട്ട്, സ്വസ്ഥത കൊടുക്കാനായിട്ട്, ഇതെല്ലാം നമ്മുടെ അനുദിന ജീവിതത്തിലെ ഓരോ വാക്കുകൾ കൊണ്ടും, ഓരോ പ്രവർത്തികൾ കൊണ്ടും, ഓരോ നോട്ടം കൊണ്ടും, ഈവൻ ഓരോ സാമീപ്യം കൊണ്ട് സാധിക്കാനായിട്ട് നമുക്ക് പരമാവധി നമ്മൾ ചെയ്യും എന്ന് നമുക്ക് ഉറപ്പായിട്ട് വിശ്വസിക്കാം. അതിനുവേണ്ടി പ്രയത്നിക്കാം. സർവേശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുന്നുണ്ട്. ഇനിയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.